ഇനി അടുത്തൊരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. ചാപ്റ്റർ 25 ഹ്യൂമൻ റൈറ്റ്, അതായത് മനുഷ്യാവകാശം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണാനും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സോ ക്ലാസ്സോ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേജുണ്ട്, അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് അതിനകത്തേക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമതായി നമുക്ക് നോക്കാം എന്താണ് ഹ്യൂമൻ റൈറ്റ്. ഈ ഹ്യൂമൻ റൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം അവകാശങ്ങളാണ്, മനസ്സിലായോ? അപ്പോൾ സെറ്റ് ഓഫ് റൂൾസാണ് അടങ്ങിയതാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം അവകാശങ്ങൾ അടങ്ങിയ ഒന്നാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത് നമ്മുടെ ലോകം എല്ലാം അംഗീകരിച്ച ഒന്നാണ്, മനസ്സിലാവും? വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്ത ഒന്നാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, ഇതൊക്കെ മനുഷ്യൻ്റെ പ്രാഥമികമായിട്ടുള്ള അവകാശങ്ങളിൽ പെടുന്ന ഒന്നാണ്. ഇനി മനുഷ്യാവകാശത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കിയാൽ, മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സലാണ്, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ പറഞ്ഞു മനുഷ്യൻ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ എന്തുണ്ട്, മനുഷ്യന് വേണ്ട അവകാശങ്ങളുമുണ്ട്. മാത്രമല്ല ലീഗലി ഗ്യാരണ്ടീഡ് ആണ്. ഏതെങ്കിലും ഒരു അവകാശം ലംഘിക്കപ്പെട്ടാൽ നമ്മുടെ കോടതിയുടെ സഹായത്തോടു കൂടി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈക്വൽ ഫോർ ആൾ, എല്ലാ ആളുകൾക്കും ഉള്ളതാണ് ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത്. ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്, ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് ഹ്യൂമൻ റൈറ്റിൻ്റെ പ്രത്യേകതകളിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള മനുഷ്യാവകാശ പുരോഗതികൾ എന്ന് വെച്ചാൽ മനുഷ്യാവകാശത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്ന് 1715 മാഗ്ന കാർട്ട. ഇത് മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ആക്റ്റാണ്. 1776 ബിൽ ഓഫ് റൈറ്റ്, 1787 അമേരിക്കൻ ഭരണഘടന, 1789 ഫ്രഞ്ച് ഹ്യൂമൻ റൈറ്റ്, അതേപോലെ തന്നെ 1946 UN കമ്മീഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മനുഷ്യാവകാശത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിത്രയും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ ധാരാളം മനുഷ്യാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്. എന്തെങ്കിലും ഒന്ന് നമുക്ക് ലംഘിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കോടതിയുടെ സഹായത്തോടു കൂടി നേടിയെടുക്കാനായിട്ട് പറ്റും. മൊത്തത്തിൽ 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യക്ക് ഉള്ളത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണെന്ന് വെച്ചാൽ 1993 നിലവിൽ വന്നത്. എന്ന് വെച്ചാൽ രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാർക്കും സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പ് നൽകുക. ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ് ഹ്യൂമൻ റൈറ്റ് എന്ന്, അത് മാത്രമേ ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. അപ്പം എന്താണ് ഹ്യൂമൻ റൈറ്റ് എന്നുള്ളൊരു ഒറ്റ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ്, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം, വേറെ ഒന്നും ചോദിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം.